Hello, good evening, all. Hope everyone is ready for the meditation. എല്ലാവരും join ചെയ്തോ? So, meditation ready ആയിട്ടുള്ള എല്ലാവരും chat boxൽ മെൻഷൻ ചെയ്യാം കേട്ടോ. Okay. Okay, thank you. So, just relaxed ആയിട്ടിരിക്കാം. ബോഡി ഫുള്ള് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. Slowly close your eyes. ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. Focus on the breath. A deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and breathe out. Breathe in. Hold on and breathe out. പതിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് ശ്രദ്ധിക്കാം. Feel your body. You are sitting very comfortably. Relaxed ആയിട്ട് നിങ്ങളുടെ കാലുകൾ, നിങ്ങളുടെ ഷോൾഡേഴ്സ്, നിങ്ങളുടെ സ്റ്റൊമക്ക്, ഹെഡ്, ഫേസ് മസിൽസ്, ഓരോ ബോഡി പാർട്ടും പതിയെ റിലാക്സ്ഡ് ആകുന്നുണ്ട്. Now your body is completely relaxed. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ശ്രദ്ധിക്കുന്നു.
Just be aware of your thoughts. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ പതിയെ മൈൻഡിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. പതിയെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാം. ഇന്ന് നിങ്ങൾ നന്ദി പറയാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഇന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ, ഇന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇന്ന് കിട്ടിയിട്ടുള്ള നല്ല ഭക്ഷണം, ഇന്ന് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം, ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ശ്വാസം, എല്ലാം നന്ദി പറയാനുള്ള കാര്യങ്ങളാണ്. ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ കൂടുതൽ ഹാപ്പി ആകുന്നുണ്ട്. You are feeling happy and positive. ഡിസ്ട്രാക്ഷൻസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് തുടരാം. I feel happy and positive. I feel grateful. I feel relaxed. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടേതായിട്ടുള്ള താളത്തിൽ ശ്വാസം എടുത്തു വിടാം. Just be aware of your breath. ശ്വാസത്തിനെ ഒന്ന് നിരീക്ഷിക്കാം. It goes in, you hold on, and it goes out. Repeat after me. I feel happy and positive. I feel grateful. I feel relaxed. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. Take a deep breath in. Hold on and breathe out. Once again, take a deep breath in. Hold on and
breathe out. Take a deep breath in. Hold on and breathe out. പതിയെ നിങ്ങളുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാം. Feel your body. Slowly come back. Open your eyes and come back. So, തിരിച്ചെത്തിയിട്ടുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഒക്കെ കൈ ഒന്ന് കുട്ടിത്തിരുമ്മി മുഖത്തൊക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. സോ തിരിച്ചെത്തിയവരൊക്കെ ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മള് 7th വീക്കിലെ ഫ്രൈഡേ ടോക്കാണ് അല്ലെ. ഇപ്പം എല്ലാവരും സെഷന് റെഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഫ്രൈഡേ ടോക്കിലും ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഐ ഹോപ്പ് എവ്രി വൺ ഹസ് റീകളക്ടിങ് ദോസ് തിങ്സ് അല്ലെ. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള വിസ്ഡംസ് നമ്മൾ ഓരോ സെഷനിലും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും കൂടെ റീകളക്ട് ചെയ്ത് ഒന്നും കൂടെ റിമെമ്പർ ചെയ്ത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇപ്പൊ എല്ലാവരും സെഷന് റെഡി ആണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് ഇൻവൈറ്റ് ഫാരിഷ മാം ടു ലീഡ് ദ സെഷൻ. ഓവർ ടു യു ഫാരിഷ മാം. താങ്ക് യു സോ മച്ച് റൻസി. ഓഡിബിൾ അല്ലേ? യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണ് എല്ലാരും വിശേഷങ്ങളും? സുഖമല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പം നിങ്ങള് നമ്മള് ലൈക്ക് പാരന്റിങ് വർക്ക്ഷോപ്പിലുള്ള ആളുകൾ തന്നെ കൂടെ ഉള്ളതല്ലേ. അപ്പം വർക്ക്ഷോപ്പിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ചെയ്തിട്ടില്ലേ? ചെയ്തിരുന്നെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഡണ്ണൊന്ന് മെൻഷൻ ചെയ്യ്. ഹലോ. ഓക്കെ, അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഏതായാലും ന്യൂ ഇയർ അല്ലേ അല്ലേ? എത്ര ആൾക്കാര് ലൈക്ക് വിഷ് ലിസ്റ്റ് എല്ലാം എഴുതുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതില്? നമ്മള് ന്യൂ ഇയർ ബക്കറ്റ് ലിസ്റ്റ്, വിഷ് ലിസ്റ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് എഴുത്തുകുത്ത് പരിപാടികളെല്ലാം ഉണ്ട്. അത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യും. ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ നോന്ന് പറയൂ. ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടാ. ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? റിൻഷു ഓഡിബിൾ അല്ലേ? യെസ്, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, ഇല്ല അല്ലേ? ഓക്കെ ഫൈൻ. അപ്പോ ചെറിയൊരു പരിപാടി. ഏതായാലും ന്യൂ ഇയർ ആണ്. ഇന്നിപ്പോ ഡേറ്റ് 3 അത് കുഴപ്പമില്ല. നിങ്ങൾ എന്താക്ക അപ്കമിങ് ഇയർ ഈ 2025 അച്ചീവ് ചെയ്യേണ്ട ഒരു 100 കാര്യങ്ങൾ ഇന്ന് രാത്രി തന്നെ എഴുതി വെക്കാം. ഒരു വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബക്കറ്റ് ലിസ്റ്റ് എന്നെല്ലാം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതില് ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് എഴുതി വെക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ സ്ക്രിപ്റ്റിംഗ് ആണല്ലേ. പലതും സ്ക്രിപ്റ്റിങ്ങിലൂടെയാണ് നമ്മളെ സെൽസ് പോലും സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോ നിങ്ങൾ അത് എഴുതി വെക്കാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിഷ് ലിസ്റ്റ് എഴുതാം. ഇന്ന് നിങ്ങളെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ ബക്കറ്റ് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ വിഷ് ലിസ്റ്റ് ചെറിയ കുഞ്ഞു കാര്യം, ഈവൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇനി എന്തെങ്കിലും പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ എഴുതി വെക്കാം.
അത് നിങ്ങൾ ഇന്ന് തന്നെ എന്തായാലും ചെയ്യണം. ഓക്കെ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു പ്യൂരിഫിക്കേഷൻ, ഒരു സ്പിരിച്വാലിറ്റിയിലുള്ള ഒരു ഡയമെൻഷനിലാണ് നമ്മളെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം പോകുന്നുള്ളത് അല്ലെ. അപ്പോ നമ്മളെ ജേണി എന്ന് പറഞ്ഞാൽ നമ്മളെ സോളിനെ പ്യൂരിഫൈ ചെയ്യൽ തന്നെ നമ്മളെ ഒരു യഥാർത്ഥ ഇന്റൻഷൻ എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ് എല്ലാം നിങ്ങൾക്ക് ഓരോ സെഷനിലൂടെയും നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഫോർഗിവ്നെസ് എന്നുള്ള കാര്യം മനസ്സിലായി. ഇതെല്ലാം മനസ്സിലാകുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും വന്ന ഒരു അറിവ് തിരിച്ചറിവായി മാറാം. അല്ലെങ്കിൽ അത് വെറും അറിവായിട്ട് അടക്കെടുക്കും. അത് ഈവൻ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയും ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലെങ്കിൽ ഫോർഗിവ്നെസ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ലാണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അതിന്റെ ഒരു യഥാർത്ഥ ഇമ്പാക്ട് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ വിഷ് ലിസ്റ്റിന്റെ കാര്യം ഞാൻ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളെ പ്രയറും ആക്ഷനും എങ്ങനെ അലൈൻ ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ അതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കുറെ ആൾക്കാർ ഫോളോ ചെയ്തിട്ടുണ്ട്, കുറെ ആൾക്കാർ മനസ്സിലായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ് കാര്യങ്ങള്. അപ്പോ ആക്ച്വലി നമ്മളിപ്പോ പറഞ്ഞല്ലോ, നമ്മൾ ഈ വിഷ് ലിസ്റ്റും ബക്കറ്റ് ലിസ്റ്റും എല്ലാം നമ്മളെ സ്മരണയല്ലേ. എല്ലാം ഇപ്പൊ നമ്മൾ വിഷ് ലിസ്റ്റിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നത് പോലും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പ്രെയർ. അല്ലെങ്കിൽ നമ്മളെ ഒരു ആഗ്രഹം, വിഷ്, അല്ലെങ്കിൽ അത് നമ്മളൊരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നമ്മളെ ക്രിയേറ്ററിനെ, നമ്മളെ മേക്കറിലേക്ക് കൊടുക്കുന്ന ഒരു സ്മരണ അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലേ. അപ്പോ ഇതെല്ലാം എങ്ങനെ ആക്ഷനുമായിട്ട് അലൈൻ ചെയ്യാന്നുള്ള ഒരു പാർട്ട് നമ്മൾ ഇതിലെടുക്കും. അതിന്റെ ഡെലിവറി ഒന്ന് തന്നെ ഹോസ്റ്റ് ആക്കുവാൻ എനിക്കൊന്ന് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. ഡൺ, ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓക്കെ. അപ്പോ കാണുന്നില്ലേ റിൻഷി? ഹലോ ഹലോ. യെസ്, കാണുന്നുണ്ട്. Great things are done by a series of small things brought together അല്ലെ. വലിയ കാര്യങ്ങൾ നമ്മളിപ്പോ നമ്മളെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ വിഷണറി ആയിട്ടുള്ള സ്വപ്നങ്ങൾ. ഇപ്പൊ നമ്മളെ ദുവാക്കൊരു വിഷൻ ഉണ്ട് അല്ലെ. ദുവന്റെ വിഷനിൽ എല്ലാം നിങ്ങൾ ഓരോരുത്തരും അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദുവന്റെ വിഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഞാനും പലപ്പോഴും അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുവ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഷൻ ആയിരുന്നു. പിന്നീട് അതിന്റെ ഒരു ജേണി ഇങ്ങനെ നമ്മൾ ജേണിയിലേക്ക് ലൈക്ക് ആ ഒരു വഴിയിലേക്ക് കടന്ന സമയത്ത് വീണ്ടും നമ്മളെ വിഷൻ എക്സ്പാൻഡ് ആയി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നത്. ഡ്രീം ഈസ് ഫോർ അവർ സെൽഫ്. നമുക്ക് വേണ്ടിയിട്ടാണ് ഡ്രീം അല്ലെ. നമ്മള് വീട്, നമ്മളെ കുടുംബം, നമ്മളെ കുട്ടികള്, നമ്മളെ വാഹനം, അതിലൊതുങ്ങി നമ്മളെ ഡ്രീം. ബട്ട് വിഷനിലേക്ക് മാറുമ്പോൾ, നമ്മളെ ഡ്രീം വിഷനിലേക്ക് മാറുമ്പോഴെന്താ സംഭവിക്കുക? നമ്മള് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഈ ലോകത്തിന്, ഈ പ്രപഞ്ചത്തിന്, ഈ ഒരു അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നമ്മൾ വിഷനിലേക്ക് മാറുന്ന സമയത്ത് ഈ ഒരു സൊസൈറ്റിക്ക്, നമ്മൾ നാളെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും നമ്മളൊരു ഫിംഗർ പ്രിന്റ് ബാക്കിയാകുന്ന രീതിയിലായിരിക്കും നമ്മൾ വിഷണറി ആയിട്ട് കാര്യങ്ങൾ നീക്കിയാലേ എന്നുള്ളതാണ്. അപ്പൊ അതാണ് വിഷന്റെ കാര്യം. അപ്പൊ ഒരു വിഷനിലേക്ക് എത്തണമെങ്കിലും ഒരുപാട് ബേബി സ്റ്റെപ്സ് നമുക്ക് എടുക്കാനുണ്ട്. നമ്മളൊരു പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണം. അപ്പൊ അതാണ് പറഞ്ഞുള്ളത്. എന്താണ്? ഗ്രേറ്റ് തിങ്സ് ആർ ഡൺ ബൈ എ സീരീസ് ഓഫ് സ്മോൾ തിങ്സ് ബ്രോട്ട് ടുഗെദർ. അപ്പം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, പല ബുക്സിലൂടെ ആയിട്ടും മോട്ടിവേഷൻ സ്പീച്ചിലൂടെ ആയിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. പലതുള്ളി പെരുവെള്ളം എന്ന് നമുക്ക് പറയാം. പല രീതിയിൽ ഇതിലാ നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ നമ്മളെ വിഷനിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് ആയിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. നിങ്ങളിപ്പോ ഒരു വിഷനറി ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ആ വിഷനിലേക്ക് എത്താനുള്ള ബേബി സ്റ്റെപ്സ് ആയിരിക്കണം നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളത്. അതിൽ എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നിങ്ങളെ പേഴ്സണൽ സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അങ്ങനെ 100 സംഭവങ്ങൾ നിങ്ങൾ ഇന്ന് എഴുതാം. ഓക്കെ. സെക്കൻഡ്. A man's mind may be likened to a garden, which may be intelligently cultivated or not, or allowed to run wild. But whether cultivated or neglected, it must and will
bring forth. If no useful seeds are put into it, then an abundance of useless weeds seeds will fall therein and will continue to produce their kind. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണല്ലേ. നമ്മളെ മനസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അതിലേക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കുക അല്ലെ. നമുക്ക് പോസിറ്റീവ് തോട്ട്സിന്റെ വിത്ത് ഇട്ട് കൊടുക്കുക, നമുക്ക് നമ്മളെ വിഷന്റെ വിത്ത് ഇട്ട് കൊടുക്കുക, നമ്മളെ ഡ്രീമിന്റെ വിത്ത് ഇട്ട് കൊടുക്കുക, എല്ലാം നമുക്ക് ചെയ്യാം. നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ ഗാർഡൻ. അത് പലപ്പോഴും നമ്മള് പല രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളെ ലൈഫില് എവിടെയെല്ലാം നമ്മള് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മള് ഒരു ലൈക്ക് ഇത് ആക്ച്വലി നിങ്ങൾ അതന്നെ വിഷ്വൽ ചെയ്താൽ മതി. നമ്മളൊരു ഗാർഡനിൽ എന്തെല്ലാം സീഡ്സ് ഇടുന്നോ ആ സാധനങ്ങൾ നമുക്ക് കിട്ടും. നമ്മളിപ്പോ ഫ്ലവറിന്റെ വിത്താ ഇടുന്നെങ്കിൽ ആ ഫ്ലവർ നമുക്ക് കിട്ടും. ഇവൻ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ വിത്താ നമ്മൾ ഇടുന്നെങ്കിൽ ആ ഫ്രൂട്ട്സിന്റെ വിത്ത് നമുക്ക് കിട്ടും. ആ രീതിയിലാണ് നമ്മളെ മൈൻഡിനെ നമ്മളെ ക്രിയേറ്റർ മേക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതില് ഇവോൾവ് ചെയ്യാനും അതിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് ചെയ്യുന്നുള്ളത്. അപ്പൊ അതാ നമ്മൾ ഇന്നർ വേൾഡ് ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നമ്മൾ ഔട്ടർ വേൾഡിൽ അതിന്റെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ കാണുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും എല്ലാം നമ്മൾ ഇങ്ങനെ നിങ്ങളോട് പറയുന്നുള്ളത്. അതെന്താണ്? നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യാൻ പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ടാണ് ഫോർഗിവ്നെസ്സിലൂടെ നടക്കുന്നത്. നമ്മളിപ്പോ പല രീതിയിലും നമ്മളെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാരുണ്ടാവും, പ്രയാസപ്പെടുത്തിയ ആൾക്കാരുണ്ടാവും. അവരെ കുറിച്ചുള്ള തോട്ട്സ് എല്ലാം നമ്മളിങ്ങനെ അതിനിങ്ങനെ വള്ളവും കൊടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വള്ളവും കൊടുക്കുന്നത്? നമ്മൾ പല ചിന്തകളിലും പിന്നെയും അതിനെ ഓർത്തോർത്ത് സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ എന്താ പറയാ വലുതായി വൻ വൃക്ഷമാക്കാൻ വേണ്ടി പാകപ്പെടുത്താണ് നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനു പകരം ആ ഒരു അഴുക്കിന്റെ വിത്തിനെ നമ്മൾ എടുത്ത് കളയാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഫോർഗിവ്നെസ്സിലൂടെ നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങളെ ലൈഫിൽ എനിക്ക് പറയാനുള്ളതാണ്, എപ്പോഴും നിങ്ങളെ ലൈഫിൽ നിങ്ങൾ മുറുകെ പിടിക്കേണ്ട 3 സാധനങ്ങളാണ് ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്. അത് വീണ്ടും 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 നിങ്ങളോട് പറയാൻ കാരണം അതിൽ നിങ്ങൾ മനനം ചെയ്ത് നിങ്ങൾ അതിൽ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ നിങ്ങളെ ലൈഫിലെ റിയൽ എസെൻസ് ഓഫ് ലൈഫ്, റിയൽ എസെൻസ് ഓഫ് ഹാപ്പിനെസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത് നമ്മള് പലതും നമ്മൾ പറയുന്നതിന് പകരം അത് അനുഭവിക്കണം എന്ന് പറയുന്നില്ലേ, അത് നമ്മളെല്ലാം ലൈക്ക് അനുഭവിച്ച ആൾക്കാരായോണ്ടാണ് അത് നിങ്ങളോടും കൂടി നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നുള്ളത്. ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയത്തിൽ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇതെല്ലാം ഇതിന്റെ കോർ സാധനം. നമ്മളെ ലൈഫിന്റെ സക്സസിന്റെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ കോർ എലമെന്റ് ഇതാണ്. എന്ത്? ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും തന്നെ. ഇത് നിങ്ങൾ മുറുകെ പിടിച്ചോ, ലൈഫിൽ സക്സസ് ഇറ്റ്സ് യോഴ്സ്. ഞാൻ എന്റെ ജീവിതത്തില് ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം സംഭവിച്ച കുറെ സംഭവങ്ങളാണ് ഇത് ഓരോ ഇപ്പൊ നമ്മളിപ്പോ പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ ആക്ച്വലി ഐ എം ഒബ്സസ്ഡ് വിത്ത് ലേണിംഗ്. അപ്പോ ഈ രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എവിടെ പോയാലും ഈ ഒരു സാധനത്തിന്റെ ഒരു പാർട്ട് ഇല്ലാണ്ട് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഹയർ ഡയമെൻഷനിലേക്ക് നമ്മളെ മൈൻഡ് പാകപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ ഫോർഗിവ്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം നാച്ചുറലി നമ്മളിൽ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ആദ്യം അതിന് കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. നമ്മളെ ബുദ്ധിമുട്ടിച്ച ആൾക്കാർ, ആ ടൈം, സ്പേസ്, പ്രസിദ് സാറിന്റെ ആ സെഷൻ, നമ്മൾ ആ ഫോർഗിവ്നെസ് സെഷന് ശേഷം പ്രസിദ് സാർ അതിന് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമ്മള് എന്താ പറയാ രാത്രി കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ബോഡി കഴുകുന്നത്, അതേപോലെ നമ്മളെ വീട് വൃത്തിയാക്കുന്ന, പാത്രങ്ങൾ കഴുകുന്നത്, അതേപോലെ നമ്മളെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോർഗിവ്നെസ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ആക്ച്വലി നമ്മളെ എനർജി, നിങ്ങൾക്ക് അറിയാലോ എവറിത്തിങ് ഈസ് എനർജി ഇൻ ദിസ് യൂണിവേഴ്സ്. എല്ലാ എനർജി വൈബ്രേഷനിൽ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ മാനിഫെസ്റ്റേഷൻ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കേട്ടിട്ടില്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അതായത് നമ്മളെ ഡ്രീം അത് നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളെ വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ വിഷൻ അല്ലെങ്കിൽ നേടിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് മാനിഫെസ്റ്റേഷൻ നമ്മൾ പറയുന്നുള്ളത്. അപ്പൊ മാനിഫെസ്റ്റേഷൻ നടക്കുക എപ്പോഴാണെന്നറിയോ? നമ്മളെ എനർജി ആ ഒരു യൂണിവേഴ്സൽ എനർജി ആയിട്ട് കണക്റ്റഡ് ആയിട്ട്, അതായത് നമ്മളെ
എനർജി ഭയങ്കര പോസിറ്റീവ് എനർജിന്റെ പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം വിത്തൗട്ട് എനി എഫേർട്ട് ഇറ്റ് വിൽ നാച്ചുറലി കം ടു യു. ഇത് എക്സ്പീരിയൻസ് ചെയ്തോണ്ടാണ് നിങ്ങളോട് വീണ്ടും 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 ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫോർഗിവ്നെസിന്റെ കാര്യം പറയുന്നുള്ളൂ. ഇപ്പൊ വിഷ് ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു. വിഷ് ലിസ്റ്റ് എഴുതുന്ന സമയത്ത് നമ്മളത് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ വെറുതെ 100 എണ്ണം എങ്ങനെങ്കിലും ഒപ്പിച്ച് എഴുതരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇറ്റ്സ് ട്രൂലി ഫോർ മീ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ വിഷ് ലിസ്റ്റ് നിങ്ങളെ വിഷനിലേക്ക് അടുപ്പിക്കുന്ന വിഷ് ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ എല്ലാം ഉൾപ്പെടുത്താം. അപ്പൊ ആ രീതിയിലുള്ള വിഷ് ലിസ്റ്റ് നിങ്ങൾ എന്തായാലും ഇന്ന് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലേ, ഈ വിഷ് ലിസ്റ്റിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ പോലും നമ്മളെ സ്മരണയാണ് അല്ലെ, നമ്മളെ പ്രാർത്ഥനയാണ്. നമുക്ക് ഇതെല്ലാം വേണമെന്നുള്ള ഒരു പ്രാർത്ഥനയല്ലേ. അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫൈനലി അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? സക്സസും ഹാപ്പിനെസ്സും ആണ് അല്ലേ. അല്ലേ, അത് എവിടുന്നാ വരുന്നത്? അത് എവിടുന്നാ വരുന്നത്? ആക്ച്വലി ഇറ്റ്സ് കമ്മിങ് ഫ്രം അവർ മേക്കർ, റൈറ്റ്? നമ്മളെ മേക്കറിന്റെ അടുത്ത് നിന്നല്ല അത് വരുന്നുള്ളത്. അപ്പൊ അതിന് വേണ്ട ഒരുപാട് പ്രോസസ്സുകളിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ സ്പിരിച്വൽ ഡയമെൻഷൻ, നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ് കൂടി 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 നമ്മൾ സ്പിരിച്വലി എൻലൈറ്റൻഡ് സ്റ്റേറ്റിലെത്തണം. എൻലൈറ്റൻഡ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമുക്ക് എവറിത്തിങ് എല്ലാം, എന്ത് പ്രശ്നം വന്നതിനാലും അല്ലെങ്കിൽ എന്ത് വന്നതിനാലും അതിന്റെ ഉള്ളിൽ ഒരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് ആ ഒരു അവബോധം കീപ്പ് ചെയ്തിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കും. ഇവിടെ എന്ത് വന്നാലും പ്രശ്നങ്ങൾ വരൂല എന്നല്ല, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പൊ കംപ്ലീറ്റ് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ലൈഫ് പോകും നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഡെഫിനറ്റ്ലി പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ ലൈഫിൽ വരും. പക്ഷേ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവും നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ലൈഫ് നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ എത്താന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായിച്ചു കഴിഞ്ഞാല്, നമുക്ക് ഒരു സെഷൻ ഉണ്ടായിട്ട് ക്യാമ്പിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ ആക്ച്വലി എന്റെ റൂമിലുള്ള 3 ആൾക്കാർ സ്പെഷ്യലാ. ഒരാൾ പ്രഗ്നന്റ് ആണ്, ഒരാൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്, ഒരാള് 50 years old ആണ്. ഷീ ഈസ് 50 years old ആൻഡ് നൗ ഷീ ഈസ് ലേണിംഗ്. ഓക്കെ, അപ്പോ നമ്മള് കംപ്ലീറ്റ്ലി കുറച്ചൊരു റിലീജിയസ് പെർസ്പെക്റ്റീവ് ഹോൾഡ് ചെയ്യുന്ന ക്ലാസ്സും കാര്യങ്ങളെല്ലാം ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവര് പഠിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി കാര്യങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഭയങ്കര ഒരു 50 yearsന്റെ ഒരു വൈബൊന്നും അല്ല ആള് എന്താ പറയാ, ഒരു 17-18 വയസ്സിന്റെ വൈബുണ്ട് ഇപ്പൊ ഇവൻ അബായ ധരിച്ചാലോ ഉള്ളിലിടുന്ന ഡ്രസ്സെല്ലാം ആ ഒരു ലെവല്, അങ്ങനെ മൊത്തത്തിൽ ആളൊരു വൈബ് തന്നെയാണ്. അപ്പൊ ആളോട് ഇങ്ങനെ ഞാൻ ചോദിച്ചു, ആക്ച്വലി നിങ്ങളിങ്ങനെ എന്താണ് പ്ലാന്? ഇങ്ങനെ നമുക്കിപ്പോ ഒരു അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പായിരുന്നു അത്. TSSR കൗൺസിലിന്റെ അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണ് ആസ് എ ലൈഫ് കോച്ച്. ഐ ഹാവ് ഓൾറെഡി, ബട്ട് ഞാൻ പറഞ്ഞല്ലോ പഠനം ഇങ്ങനെ ഐ ലവ് ടു ലേൺ നൗ. അപ്പോ എന്നോട് പറഞ്ഞ മോളെ, ഞാനിത് ട്രെയിനർ ആവാനൊന്നും അല്ല വന്നത്, ആക്ച്വലി ഐ വോണ്ട് ടു നോ മൈ മേക്കർ എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 ആള് സ്പെഷ്യൽ ആയിരുന്നു ആ ഒരു സെഷനിൽ. ഭയങ്കര ലൈക് ക്യാമ്പില് എനിക്ക് കിട്ടിയ 3 കമ്പാനിയൻസ്, റൂമിൽ കിട്ടിയ 3 കമ്പാനിയൻസ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോ ആക്ച്വലി ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്തായിരുന്നു ക്ലീൻ ചെയ്യുന്ന ഒരു അവരെ ബ്രഷ് കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും, ഇവൻ ബെഡ്ഷീറ്റ് പോലും ഞാൻ മാറ്റി അവിടെ ലൈക്ക് ലോണ്ടറിയിൽ അവിടെ ഇട്ടു. റൂം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ആക്ച്വലി ഞാൻ വീട്ടിലെത്തിയപ്പോ ഞാൻ അമ്പരന്ന് പോയി. എന്റെ മോന് ഞാൻ എങ്ങനെ വീട് കീപ്പ് ചെയ്യും അതിനേക്കാളും ഭംഗിയായിട്ട് ഓൻ കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പലതും ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് പല കാര്യങ്ങളും നമ്മളെ ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ മോർണിംഗ് നല്ല ക്ഷീണത്തിലായിരുന്നു. ഞാൻ വന്ന് കിടന്ന് കൊണ്ടുവന്ന വാഷ് ചെയ്യാനുള്ള ക്ലോത്ത്സ് കാര്യങ്ങളെല്ലാം അവിടെ അലക്കേണ്ട സ്ഥലത്ത് അവിടെ ഇട്ടിട്ട് ഞാൻ വന്ന് കിടന്നു. പയ്യെ ലൈക്ക് എണീച്ചതിന് ശേഷം ചെയ്യാന്നുള്ളതിൽ കിടന്നു. ആ സമയത്തും എന്റെ മകൻ ചെയ്തത് ലൈക്ക് എന്റെ അബായ വേറെ, വൈറ്റ് ഡ്രസ്സ് വേറെ വെച്ചിട്ട് അവൻ ലൈക്ക് കളർ ഡ്രസ്സെല്ലാം അവനെടുത്ത് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിൽ ഇട്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവൻ ലൈക്ക് ഇപ്പൊ എനിക്ക് പെൺകുട്ടികളില്ല,
പെൺകുട്ടികൾ മാത്രം ചെയ്യണം എന്നുള്ളില്ലല്ലോ. പക്ഷെ പലതും നമ്മൾ പറയാണ്ട് നമ്മളെ മക്കള് അടുത്ത് നമുക്ക് അത് കിട്ടുമ്പോ നമ്മൾ ആ ഒരു ജേർണിയിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്പിരിച്വലി ഇങ്ങനെ നമ്മൾ ആ ഒരു കോഷ്യന്റ് വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പൊ അതിന് മെയിനായിട്ട് മുറുകെ പിടിക്കേണ്ട ഒരു സംഭവമാണ് ഞങ്ങളോട് പറയുന്നുള്ളത്, ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും. ഓക്കെ, അപ്പൊ സെക്കൻഡ്, അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നുള്ളത്. റിൻഷി ടൈം എത്രയായി? സോറി, ഒറ്റ സെക്കൻഡ്. ഓക്കെ ഓക്കെ, റിൻഷി ഒന്ന് ആ ഒരു സ്ലൈഡ് ഷെയർ ചെയ്യോ? ഓക്കെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് യെസ് എന്ന് ടൈപ്പ് ചെയ്യോ. ഓക്കെ ഫൈൻ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, നിങ്ങളെ പ്രേയേഴ്സും ആക്ഷനും തമ്മിൽ അലൈൻഡ് ആവാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, സെറ്റ് ക്ലിയർ ഇന്റൻഷൻ. ഓക്കെ, സെറ്റ് ക്ലിയർ ഇന്റൻഷൻ. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ബിഹൈൻഡ്, ലൈക്ക് അതിന്റെ ബിഹൈൻഡ് നമ്മളെ ഇന്റൻഷൻ എന്താണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാം. യൂസ് പ്രേയർ ടു clarify your goals and seek guidance. Reflect on how your actions can fulfill these intentions. Okay? Use prayer to clarify your goals and seek guidance. എന്താണ്? യൂസ്, ഒന്നുകൂടെ പറയാ, യൂസ് prayer to clarify your goals and seek guidance. ഓക്കെ, റിൻഷി ഒന്ന് കുറച്ചൊന്ന്, ഹലോ റിൻഷി ഒന്ന് താഴോട്ടൊക്കെ. ഓക്കെ ഫൈൻ. അപ്പോ അതാണ് കാര്യം. യൂസ് പ്രേയർ ടു ക്ലാരിഫൈ യുവർ ഗോൾസ് ആൻഡ് സീക്ക് ഗൈഡൻസ്. എന്താണ് നമ്മളെ പ്രാർത്ഥന, നമ്മളെ ഗോൾസിനെ ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ അതിൽ ഗൈഡൻസ് സീക്ക് ചെയ്യാം. ഓക്കെ, റിഫ്ലക്ട് ഓൺ ഹൗ യുവർ ആക്ഷൻസ് ക്യാൻ ഫുൾഫിൽ ദീസ് ഇന്റൻഷൻ. അപ്പൊ നമ്മള് ഒരു കാര്യത്തിന് പ്രാർത്ഥിക്കുന്നു, ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മളൊരു വിഷ് ലിസ്റ്റില് ഒരു സംഭവം. ഓക്കെ, വിഷ് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വിഷൻ എടുക്കാം. വിഷ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം അതിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മളെ വിഷ് എന്താണ്? ഓക്കെ ഫൈൻ, ഇന്ന് ഒരു കുട്ടിനെ ഹെൽപ്പ് ചെയ്യണം. ഒരു വിഷയം നമ്മള് ഇന്നൊരു കുട്ടിനെ ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ആ ഹെൽപ്പ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഇന്റൻഷൻ ചെക്ക് ചെയ്യുക. ഇന്റൻഷൻ പലപ്പോഴും നമ്മളെ ഇന്റൻഷൻ മാറിപ്പോകും. ചില സമയത്ത് നമുക്ക് ആസ് എ ഹ്യൂമൻ ബീങ് നമുക്ക് എല്ലാവർക്കും ഒരു ലൈറ്റ് സൈഡും ഉണ്ട്, ഒരു ഡാർക്ക് സൈഡും ഉണ്ട്. ഓക്കെ, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടത്. അപ്പൊ പലപ്പോഴും നമ്മൾ പോലും അറിയാണ്ട് ആ ഡാർക്ക് സൈഡ് ടേക്ക് പാർട്ട് ചെയ്യും. ആ ഡാർക്ക് സൈഡ് ടേക്ക് പാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇന്റൻഷനിൽ ഒരു 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 എന്താ പറയാ വൃത്തിഹീനത വരാം. നമ്മളെ ഇന്റൻഷൻ മാറിപ്പോവാ. അപ്പോ പലപ്പോഴും നമ്മളെ ഇന്റൻഷൻ മാറിപ്പോവാണ്ടിരിക്കാൻ നമ്മൾ സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരായിരിക്കും. ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡിൽ വരുന്ന ഞാൻ ബെസ്റ്റ് ആണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇന്റൻഷൻ അവിടെ മാറി. ഓക്കെ, ആ ഒരു വിഷ്, ആ ഒരു ഗോളിന്റെ ഇന്റൻഷൻ മാറിയാല് പിന്നെ ഓക്കെ അതിനെ കൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പൊ ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ, ആക്ട് ഓൺ ഗൈഡൻസ് ഓർ ഇൻസൈറ്റ് യു ഗെയിൻ ത്രൂ പ്രെയർ. അപ്പൊ നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്തും നമുക്ക് പല ഇൻസൈറ്റ്സ് വരും അല്ലെ? നമുക്ക് പല ഇൻസൈറ്റ്സും വരും. ഇൻസൈറ്റ്സ് വരെ എപ്പോഴാണെന്നറിയോ? നമ്മളെ ഹയർ കോൺഷ്യസിലേക്ക് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇൻസൈറ്റ്സും ഇൻക്യൂട്ടീവ് മെസ്സേജസ് എല്ലാം കിട്ടുക. അപ്പൊ നമ്മൾ കോമൺ തിങ്കർ ആയിട്ട് പോകുന്നു. നമ്മളിപ്പോ നാച്ചുറലി ഇപ്പോ ഒരു സാധാരണക്കാരെ പോലത്തെ ഒരു ജീവിതം, ഇങ്ങനെയുള്ള വിസ്റ്റംസ് ഒന്നും നമ്മൾ തേടാതെ അറിയാതെ നമ്മളെ ജീവിതം കംപ്ലീറ്റ്ലി നാച്ചുറലി അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് സൈറ്റ് മാത്രമേ ഉണ്ടാവൂ. ആ സമയത്ത് നമുക്കൊരു ഇൻസൈറ്റ് വരൂല. ബട്ട് നമ്മൾ അൺകോമൺ റൂൾസിലൂടെ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അൺകോമൺ ആയിട്ടുള്ള വിസ്റ്റംസ് നമ്മൾ പോലും അറിയാണ്ട് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു നമ്മൾ ഇപ്പൊ പ്രേയറിൽ നമ്മൾ പ്രേയറിൽ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടി, ഓക്കെ ഇങ്ങനെ ചെയ്യാം.
ഇങ്ങനെ ചെയ്യാന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആക്ഷൻ എടുക്കാം. ഓക്കെ, പിന്നെ നമ്മള് ഫെയ്ത്ത്, നമ്മൾ ആ ഒരു വിശ്വാസം ഉറപ്പിച്ച് നിൽക്കുക. ഓക്കെ, മെയിൻറ്റെയിൻ ഫെയ്ത്ത് ഇൻ ചലഞ്ചസ്. നമുക്കിപ്പൊ അതിൽ ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. റിൻഷി താഴോട്ട് വെക്കോ? ഓക്കെ, അപ്പൊ കമ്പൈൻ സ്പിരിച്വൽ ആൻഡ് പ്രാക്ടിക്കൽ പ്ലാനിങ്. എന്താണ് കമ്പൈൻ സ്പിരിച്വൽ ആൻഡ് പ്രാക്ടിക്കൽ പ്ലാനിങ്? പ്രേ ഫോർ വിസ്ഡംസ് ദെൻ ക്രിയേറ്റ് ആക്ഷനബിൾ പ്ലാൻസ്. അപ്പൊ നമ്മൾ ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന, നമ്മൾ ഒരു വിഷിന്റെ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിഷന്റെ പ്രാർത്ഥനക്ക് നമ്മൾ രണ്ട് സാധനങ്ങൾ കൂടിയിട്ട് അതിൽ ടേക്ക് പാർട്ട് ചെയ്യണം അല്ലെ. പലപ്പോഴും നമ്മൾ കേട്ടിട്ടില്ലേ താൻ പാതി ദൈവം പാതി എന്നുള്ളത്. അപ്പൊ ഇപ്പൊ നമ്മള് കറന്റ്ലി നമ്മളെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ നടക്കുന്നു. ഓക്കെ, ഇപ്പൊ അടുത്ത് ഒരുപാട് ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പ് ഇഷ്യൂ നടക്കുന്ന സമയത്ത് എപ്പോ ആള് ഈ ഒരു പരാതി പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ആള് അതിലേക്ക് ആളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടേ. അപ്പൊ ആ കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാം, ഒരു പ്രാക്ടിക്കൽ ആക്കിയിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അത് നമുക്ക് സെറ്റാക്കി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ബേബി സ്റ്റെപ്പിങ് നമ്മൾ എടുക്കാം. ഓക്കെ, ദെൻ ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് റിഫ്ലക്റ്റീവ്. പിന്നെ നമ്മൾ എന്താണോ ഉള്ളതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ് ആണ്. കുറച്ചും കൂടി ഡെപ്തിൽ ഇതിന്റെ കാര്യങ്ങൾ പോവാൻ ഉണ്ട് എന്നുള്ളതാണ്. മാക്സിമം സിമ്പിൾ ആക്കിയിട്ടും വന്ന ഒരു സംഭവമാണ്. ഇതിന്റെ കുറച്ചും കൂടി ഒരു വർക്ക്ഷോപ്പ് മോഡിൽ പോവാനുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് നിങ്ങളോട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ട് ജസ്റ്റ് ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. പിന്നെ താഴോട്ട്. ഹലോ. ഓക്കെ, അപ്പം ബൈ അലൈനിങ് പ്രയർ വിത്ത് ആക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാ പ്രയറിനെ ആക്ഷനിലേക്ക് എത്തിക്കുക. ഇപ്പൊ നമ്മള് ലൈക്ക് ഞാൻ കുറെ നാള് പ്രാർത്ഥിച്ചിരുന്നു. എന്താണ് ആക്ച്വലി നമ്മളെ പ്രാർത്ഥന, ഒരു പ്രാർത്ഥന ഉണ്ട് നമ്മളെ റിച്വൽസിൽ നമ്മൾ മെയിൻ ആയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വസുർരിയാതിന ഖുറത ഐനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ് ആ പ്രാർത്ഥന? മുത്തഖീങ്ങളുടെ ഇമാമാക്കി തരണേ, അതായത് ലീഡേഴ്സിന്റെ ലീഡർ ആക്കണേ. എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ മക്കളെയും ലീഡേഴ്സിന്റെ ലീഡർ ആക്കണേന്നായിരുന്നു എന്റെ പ്രാർത്ഥന. ബട്ട് ആ പ്രാർത്ഥന ആക്ഷനിലേക്ക് എപ്പോഴാണ് വന്നത്? ആക്ഷനിലേക്ക് വന്നത് ഇങ്ങനെയുള്ള വിസ്റ്റംസ് ഞാൻ സീക്ക് ചെയ്ത് അത് ലേൺ ചെയ്ത് അത് ഞാൻ എന്റെ ഫാമിലിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്താണ് ആ ആക്ഷൻ വന്നത്. അപ്പൊ ആക്ഷൻ വന്നപ്പോ എന്റെ പ്രാർത്ഥനന്റെ റിസൾട്ട് എനിക്ക് നാച്ചുറലി ന്യൂട്രൽ ആയി നിന്ന സമയത്ത് അത് നാച്ചുറലി എന്നിലേക്ക് എത്താൻ തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, പല കാര്യങ്ങളും ഞാൻ മുന്നേ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും എന്റെ മകൻ ചെയ്യുന്ന കാര്യങ്ങള് ആക്ച്വലി ഐ വാസ് വണ്ടറിങ്, ഞാൻ ഇതൊന്നും അവനെ പറഞ്ഞിട്ടോ ഞാൻ അവനെ ഫോഴ്സ് ചെയ്തിട്ടോ അല്ല അവൻ ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ്. പല കാര്യങ്ങളും, പല സൊസൈറ്റിന്റെ പെയിന് മാറ്റാൻ അവൻ എടുക്കുന്ന പല എഫേർട്സും 10ാം ക്ലാസ്സുകാരൻ എന്നുള്ള നിലക്ക് ആക്ച്വലി ഐ വാസ് സിംപ്ലി സിറ്റിംഗ് ആൻഡ് വണ്ടറിങ്. ഇറ്റ്സ് ലൈക്ക് ഞാനൊന്നും അവനെ ഫോഴ്സ് ചെയ്തിട്ടല്ല ചെയ്തെന്നുള്ളതാണ്. പല കാര്യങ്ങളും ഇവൻ നമ്മൾ പോകുന്ന പാലിയേറ്റീവിലാണെങ്കിലും പല കാര്യങ്ങളും അവന് എടുക്കുന്ന ആ സൊസൈറ്റിന്റെ പെയിന് മാറ്റാൻ എടുക്കുന്ന ഒരു എഫേർട്ട്, അവന്റെ ഒരു ആക്ഷന് എല്ലാം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ ഇന്ന് എന്തായാലും വിഷ് ലിസ്റ്റ് തയ്യാറാക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇന്ന് 100 വിഷ് ലിസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്നത്തെ പണി. പിന്നെ ആ ഫോർഗിവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഇത് നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യാം. ഓക്കെ, നമ്മള് പലപ്പോഴും നമ്മളിങ്ങനെ ജീവിതം എന്ന ഈ യാത്രയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴാ ഹൈലി സക്സസ്ഫുൾ ആവാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സക്സസ്ഫുൾ ആവുക എന്താണ്? നമ്മളിപ്പോ ഫാമിലിയിൽ ആസ് എ ഹോം മേക്കർ, നമ്മളിപ്പോ ഹൗസ് വൈഫ് എന്ന് പറയില്ലല്ലോ, എല്ലാവരും ഹോം മേക്കർ. പിന്നെ എന്താണ് വേറെന്തോ ഒരു എഞ്ചിനീയർ ഒന്നും പറയായിരുന്നു, എന്തേനോ ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ വേർഡ് ഓഫ് ഹോം മേക്കർ, ഡൊമസ്റ്റിക് എഞ്ചിനീയർ. ഹൗസ് വൈഫ് എന്ന് പറയാൻ ഇപ്പൊ എല്ലാവർക്കും മടിയാണ്, അതുകൊണ്ട് പല സാധനങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ആസ് എ ഡൊമസ്റ്റിക് എഞ്ചിനീയർ നമ്മള് വീട്ടില് ഓക്കെ, അപ്പോ നമ്മള് ഓക്കെ ഫൈൻ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്.
അപ്പോ നമ്മൾ അങ്ങനെ ടേക്ക് പാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഫാമിലിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നല്ലേ, നമ്മളെ മക്കളെ സെർവ് ചെയ്യുന്നത്, നമ്മളെ പാരന്റ്സിനെ സെർവ് ചെയ്യുന്നത്, നമ്മളെ ഹസ്ബൻഡിന്റെ ഫാമിലിനെ സെർവ് ചെയ്യുന്നത്, അങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇന്റൻഷനിൽ പ്യൂരിഫിക്കേഷൻ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ഇവൻ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കറിവേപ്പില പറിക്കാൻ നമ്മൾ പുറത്ത് പോകുന്നുണ്ടെങ്കിലും കൂടി ബി ഗ്രേറ്റ്ഫുൾ ആൻഡ് ടു ഇറ്റ്. നമ്മൾ മനസ്സറിഞ്ഞ ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാച്ചുറലി ഇറ്റ് വിൽ അലൈൻഡ് വിത്ത് യുവർ ലൈഫ് എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കാനുള്ള മെയിൻ സാധനങ്ങളാണ് ഇത്. നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ്, കൂട്ടി 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 നമ്മളെ ഒരു എൻലൈറ്റൻഡ് സ്റ്റേറ്റിൽ എത്തണം. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ ഒരു എൻലൈറ്റൻഡ് സ്റ്റേറ്റിൽ എത്തണം. ആ സമയത്താണ് നമ്മളെ ലൈഫിന്റെ ഒരു റിയൽ എസെൻസ് എന്താണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വിഷ് ലിസ്റ്റ് തയ്യാറാക്കാം. അതിന്റെ കൂടെ നിങ്ങൾ എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യേണ്ട കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്. ഇപ്പൊ അൺകണ്ടീഷണൽ ലവ് നമുക്ക് നമ്മളെ ഫാമിലിയിൽ ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് ക്ലോത്ത്സ്, അതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടിയും കൊണ്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ബട്ട് ആ സമയത്തല്ലേ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ചെയ്യാം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇതെല്ലാം ചെയ്യുന്നത് എന്റെ ഫാമിലിന്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടല്ലേ. ഇപ്പൊ ഞാൻ അതിൽ ലീഡ് ചെയ്യുന്ന, ഞാൻ അതിൽ ലീഡർഷിപ്പ് റോൾ എടുത്തിട്ട് ലീഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്റെ ചുറ്റും എത്ര ആള് ജീവിക്കുന്നു, അവർക്കെല്ലാം അത് ഈസിനെസ് കൊടുക്കുകയാണ് അല്ലെ. അവരൊരു പ്രാർത്ഥനന്റെ തേട്ടമായിട്ട് മാറാണ് എന്ത് നമ്മളെ പ്രവർത്തനം. അവര് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാം കൈയുർത്തി പ്രാർത്ഥിക്കണമെന്നില്ല, നമ്മളെ ഒരു സ്മരണയില്ല. ഇവൻ എന്റെ ഒരു സ്മരണയായിരുന്നു ലൈക്ക് എന്താണ് ഇപ്പൊ റിൻഷി ഇന്നിപ്പോ ലിങ്ക് സെറ്റ് ചെയ്യല്. ഇപ്പൊ എനിക്ക് ആ കാര്യങ്ങൾ എനിക്ക് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം, അത് എന്റെ സ്മരണ. അപ്പൊ അതിന്റെ ആൻസർ ആയി റിൻഷിന്റെ കർമ്മം അതിന്റെ ആൻസർ ആയി. അപ്പൊ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. കാരണം എനിക്ക് അതിൽ ഈസിനെസ് വന്ന് റിൻഷിന്റെ കർമ്മത്തിലൂടെ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ അള്ളാഹു അല്ലെങ്കിൽ എന്റെ ദൈവമേ എനിക്ക് ഇന്ന് ലിങ്ക് സെറ്റ് ആക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ടില്ലല്ലോ. ഇറ്റ്സ് കൈൻഡ് ഓഫ് അഫർമേഷൻ ഇൻ മൈ എന്റെ ഒരു എന്താ പറയാ മന്ത്രധ്വനി, അല്ലെങ്കിൽ എന്റെ സ്മരണ, എന്റെ ഹൃദയത്തിൽ വന്ന എന്റെ ഒരു ആവശ്യം, എന്റെ ഒരു നീഡ് ഫുൾഫിൽ ചെയ്ത് എന്ത് റിൻഷിന്റെ ആ ഒരു കർമ്മത്തിലൂടെ. അപ്പൊ ആ രീതിയിൽ നമ്മളെ കർമ്മങ്ങളിൽ നമ്മളെ ചുറ്റും ജീവിക്കുന്നവരുടെ തേട്ടത്തില് അവരുടെ സ്മരണയില് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന സമയത്താണ് നമ്മളെന്ന ഒരു ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ സ്പിരിച്വൽ കോഷ്യന്റ് ഇങ്ങനെ നമ്മൾ പോലും അറിയാണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ ഈ ഒരു യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എൻലൈറ്റൻഡ് സ്റ്റേറ്റ് എത്താൻ വേണ്ടി പറ്റും. എൻലൈറ്റൻഡ് സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പിന്നെ നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അതിലൊരു ഡിവൈൻ ബ്രില്യൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ നമുക്ക് എപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എവ്രി ലാക്ക് ഹാസ് എ ഡിവൈൻ ബ്രില്യൻസ് എന്നുള്ളത്. എന്താ പറയാ എല്ലാ ഇല്ലായ്മയുടെ ഉള്ളിലും ഒരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ടാവും. എവ്രി ലാക്ക് ഹാസ് എ ഡിവൈൻ ബ്രില്യൻസ്. ഓക്കെ, നമുക്ക് എന്തെല്ലാം ഇല്ലായ്മ ഫീൽ ചെയ്യുന്നു അതിനുള്ളിലെല്ലാം ഒരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ടാവും. എന്തായാലും നമ്മൾ ആത്മാവിന്റെ ക്രിയേറ്റർ എന്തായാലും ഉണ്ടല്ലോ. വാട്ട് എവർ യു ആർ ഹോൾഡിംഗ്, ലൈക്ക് വിച്ച് റിലീജിയൻ യു ആർ ഹോൾഡിംഗ്, ഇറ്റ്സ് നോ മാറ്റർ. ഓക്കെ, നമ്മൾ ഏത് റിലീജിയൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഡസന്റ് മാറ്റർ, റൈറ്റ്? നമുക്കൊരു ആത്മാവിന്റെ ക്രിയേറ്റർ, ഒരു മേക്കർ എന്തായാലും നമുക്ക് ഉണ്ടല്ലോ. അപ്പൊ ആ മേക്കറിന്റെ ആ ഒരു ഡിവൈൻ കോഷ്യന്റ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഹയർ കോൺഷ്യസ് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളെന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മളെ പാരന്റിങ്ങിലാണെങ്കിലും നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? സ്പിരിച്വൽ പാരന്റിങ് ആണ് അല്ലെ. അപ്പൊ സ്പിരിച്വൽ പാരന്റിങ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് അവിടെ തരുന്ന ടൂൾസ്? നമ്മൾ കുറെ തിയറീസ് എല്ലാം പഠിപ്പിക്കുന്നുള്ളത്. ഓക്കെ, കുറച്ച് നിങ്ങൾക്ക് തിയറീസ് പഠിപ്പിക്കുന്നു, പിന്നെ നിങ്ങൾക്ക് ആക്ഷനബിൾ ആയ സംഭവങ്ങൾ നിങ്ങളോട് പറയുന്നു. നിങ്ങളോട് ഇപ്പൊ ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും പറഞ്ഞേ, ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. നിങ്ങൾ പലരും ഇപ്പൊ അറബിക് കൺട്രി, ലൈക്ക് അറബ് കൺട്രീസിലുള്ള ആൾക്കാർക്കെല്ലാം അറിയാം. അറബ്സിന്റെ മെയിൻ കൾച്ചറിൽ ഒരു ടേക്ക് പാർട്ട് ചെയ്യുന്ന സാധനമാണ് കുട്ടികളെ ഫോർഹെഡിൽ കിസ് ചെയ്യല്. അത് എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ മകന്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഷെയർ ചെയ്യുന്നുള്ളത്.
അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങള്. പാരന്റിങ്ങിൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കൾച്ചർ പ്രോഗ്രാം എന്തായാലും ചെയ്യാം. എല്ലാരും പലരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളത്. ബട്ട് നിങ്ങൾ ഇപ്പോ ഒരു ജേർണിയിലാണ് അല്ലെ. ആക്ച്വലി മെഡിറ്റേഷൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വിസ്ഡംസിലേക്ക് അലൈൻഡ് ആയിട്ട് നമ്മൾ ഒരു യാത്രയിലാണ്. അപ്പൊ നമ്മളെ ഡയമെൻഷൻ നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മളെ മൈൻഡിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മളെല്ലാം 3D-യിലും 3D പിന്നെ കഴിഞ്ഞ് 4D-യിലെത്തും. ആ രീതിയിൽ നമ്മളെ ഡയമെൻഷൻസ് ഉയർന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളെ ഡയമെൻഷൻസ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇമ്പാക്റ്റ് കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോ ആ ഒരു പാരന്റൽ അൺലോക്കിംഗ് അവയർനെസ്സിൽ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുള്ളത്. അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിച്ചിട്ട് അറിയണം പല കാര്യങ്ങളും. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങള്. അപ്പൊ എന്തായാലും ഇന്ന് പോയിട്ട് നിങ്ങൾ വിഷ് ലിസ്റ്റ് സെറ്റ് ചെയ്യുക. അതിന്റെ കൂടെ ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗിവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്യാം. ഓക്കെ, പിന്നെ പാരന്റിങ്ങിന്റെ ഒരു Q&A സെഷൻ എന്തായാലും ഈ ഒരു വീക്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ദുബൈയില് നിലവിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ ജസ്റ്റ് ഞാനിവിടെ പറയാം. ഒന്ന് നമ്മളെ തിങ്ക് ബിഗ് കിഡ്, അതിന്റെ വീഡിയോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. നാദിർ ആക്ച്വലി ഭയങ്കര ഇന്നർ സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ്. ആള് ഒരുപാട് ആൾക്കാരെ ആളെ അപ്രോച്ച് ചെയ്തിട്ടും ആള് ആക്ച്വലി ആരുമായിട്ട് കൺവിൻസ്ഡ് ആയിട്ടില്ല ഇങ്ങനെ വീഡിയോസ് ചെയ്യാനും കാര്യങ്ങളൊന്നും. ബട്ട് നമ്മള് വിഷന് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ആൾക്കും നമ്മളെ കൂടെ ജോയിൻ ആവണം എന്നുള്ള ഒരു ഇത് തോന്നിയിട്ട് ആളുണ്ട് നമ്മളെ കൂടെ എന്നുള്ളതാണ്. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് അതിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. ആള് അത്രയും ഒരു ഇന്നർ സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണ്. അപ്പൊ അതാണ് നാദി. പിന്നെ പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിങ്ക് ബിഗ് കിഡിന്റെ ഇപ്പൊ വീഡിയോ വന്ന് നിങ്ങൾ ആർക്കെങ്കിലും ഇനിയും കുട്ടികളിൽ ഒരുപാട് കുട്ടികളെ ഹൃദയം വിശാലമായിട്ട് അവരെ മൈൻഡ് എക്സ്പാൻഡ് ആയി അവരെ വലിയ രീതിയിൽ ചിന്തിക്കാനും നമ്മൾ ഇപ്പോഴാണ് ആക്ച്വലി ഞാനൊരു ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കും, നമുക്കെല്ലാം ഈ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ് എല്ലാം പണ്ടേ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായിരിക്കും. ഇപ്പൊ ഏകദേശം നമ്മളെല്ലാം കുറേ ടൈം കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം കുഞ്ഞു മക്കൾക്ക് അവരുടേതായ രീതിയിൽ ഈ ചെറുതിലെ ഈ സാധനത്തിന്റെ വിത്ത് അങ്ങ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാല് അവരെ സ്പിരിച്വൽ കോഷ്യന്റ് വർദ്ധിക്കാൻ പിന്നെ നിങ്ങൾ എവിടെ പോണ്ടേ? ഏടിയും പോണ്ട, നാച്ചുറലി അത് വളർന്നോളും. അപ്പൊ വിത്തിടൽ പ്രോസസ്സാണ് നമ്മൾ തിങ്ക് ബിഗ് കിഡിലൂടെ ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം റിൻഷിനെ കണക്ട് ചെയ്യാന്നുള്ളത്. പിന്നെ നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ള വേറെ 4 പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹേർ നെക്സ്റ്റ് ചാപ്റ്റർ. പക്ഷെ എനിക്കിപ്പോ ഒരു തോട്ട് വന്നിട്ടുണ്ട്, ഹേർ നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേരൊന്ന് മാറ്റിയിട്ട് കഹാനി എന്നാക്കണം. എന്താന്ന് എനിക്കറിയില്ല. അപ്പൊ കഹാനി. ഓക്കെ, ഫൈൻ. അപ്പം അങ്ങനെ ഹേർ നെക്സ്റ്റ് ചാപ്റ്ററും കഹാനിയും അല്ലെ. നമ്മള് ഒരു യാത്രയിലാണ്. അപ്പോ യാത്രയില് നമ്മളെ ജീവിതം ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു കഥനം ഒന്ന് മാറ്റി എഴുതാനും, അതാണ് കഹാനിയിൽ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി പേഴ്സണൽ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പൊ അത് വരുന്നുണ്ട് ഇനിയിപ്പോ ജാനുവരിയിൽ. പിന്നെ ദ ലവ് ലാബ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അനുഭവിക്കുന്ന ആൾക്കാർ എന്നിൽ കണക്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരിൽ റിസൾട്ട് ഉണ്ടാക്കാനും സാധിച്ച്. റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എന്റെ ലൈഫില് ഒരു ഫ്യൂലായിട്ട് ഉണ്ടായ ഒരുപാട് കാര്യങ്ങളാണ് അത്. കാരണം ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എല്ലാം വന്ന് തെറ്റിപ്പെറി നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവന്ന് പിന്നെ അവര് ദുബായിൽ പോയി പ്രഗ്നന്റ് ആയി ഫോട്ടോ അയച്ചു തരാം അവരെ. അതെല്ലാം ഭയങ്കര നമുക്ക് ഈ ഒരു ജേർണിയിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് സൊസൈറ്റിന്റെ പെയിന് റിലീഫ് ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ അടുത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എന്താ പറയാ, നമ്മള് ഡീപ്പറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതാണ്. അത് എന്ത് നമ്മളെ പ്രൊഡക്റ്റ് ആവാം, നമ്മളെ സർവീസ് ആവാം, എന്താവാം, നമ്മളില് ഒരു സൊസൈറ്റിന്റെ പെയിൻ റിലീഫ് ചെയ്യാൻ, ആ ഒരു സമൂഹത്തിന്റെ പെയിന് റിലീഫ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മളിലൂടെ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ലവ് ലാബിലൂടെ ഉദ്ദേശിക്കുന്നത്. ടോക്ക് ടൈം ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി ബിൽഡ് ചെയ്യാൻ ഒരു പ്രോഗ്രാമും കൂടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പാരന്റിങ്ങില് നമ്മൾ വർക്ക്ഷോപ്പിലൂടെ ജസ്റ്റ് ടച്ച് ചെയ്ത് പോയതാണ്. അപ്പൊ അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് പോകാൻ ഇനിയും ഒരുപാട് പ്രോസസ്സുകളിലൂടെയും ഒരുപാട് ആക്ഷനബിൾ ആയിട്ടുള്ള ടാസ്കുകളിലൂടെയും, ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തിരുന്ന് ചെയ്യാനോ ഫുൾ ടൈം ടാസ്ക് എന്ന് പറഞ്ഞ് കുത്തിരിക്കേണ്ട സാധനമൊന്നുമല്ല. ബട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എന്തിലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് അവർ
കോഴ്സ് മാനേജർ അപർണ. അപ്പൊ അതാണ് കാര്യങ്ങൾ. വീണ്ടും പറയാണ്, മറക്കരുത്, ഇന്ന് വിഷ് ലിസ്റ്റ് എന്തായാലും എഴുതണം. വിഷ് ലിസ്റ്റ് എഴുതുന്നതിലൂടെ നിങ്ങളെ ഞാൻ പറഞ്ഞില്ല ആ ഒരു ലൈക്ക് ഇങ്ങനെ കുത്തിരുന്ന് എഴുതണ്ട, ബട്ട് 100 ബക്കറ്റ് ലിസ്റ്റിൽ 100 കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാന്നുള്ളതാണ്. ഓക്കെ, ഇംഗ്ലീഷ് പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് യു ക്യാൻ കണക്ട് ടു അപർണ. ഓക്കെ, അപർണനെ കണക്ട് ചെയ്ത അത് എല്ലാ ഡീറ്റെയിൽസും അപർണ തരുന്നതാണ്. ഓക്കെ, ദ ടോക്ക് ടൈം ഹബ്ബ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആണ്. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രാമർ എന്ന് പറയുന്ന സാധനം കുത്തി ഫോക്കസ് ചെയ്യുന്ന പരിപാടിയേ ഇല്ല. ആക്ച്വലി തീരെ ഇംഗ്ലീഷ് എന്താ പറയാ സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും, പിന്നെ നമ്മൾ സംസാരിച്ച് അതിന്റെ അപ്പുറത്തേക്ക് മൈൻഡ് പവറിലൂടെയും NLP ടെക്നിക്സ് NLP അറിയാത്തവർക്ക് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP ടെക്നിക്സും ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻസി കുറച്ചും കൂടി ബെറ്റർ ആക്കാന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അത് ഒരുപാട് ഗ്രാമർ കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യൂല. അതില് കുറച്ച് ആക്ഷനബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതിലും നടക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളെങ്ങനെ മലയാളം പഠിച്ച ഏതെങ്കിലും മലയാളം സ്പോക്കണിൽ നമ്മൾ പോയിനോ? ഇല്ലല്ലോ. കേട്ടിട്ടും പറഞ്ഞിട്ടും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. LSR, അതായത് കേൾക്ക, സോറി പോയി കഴിഞ്ഞു പോയി, സോറി. LSR തന്നെയല്ലേ? സോറി, ഐ എം റിയലി സോറി. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ അതാണ് കാര്യം. നമ്മള് ലിസൺ ചെയ്യുക, പിന്നെ നമ്മൾ സ്പീക്ക് ചെയ്യുക, പിന്നെ നമ്മൾ റീഡ് ചെയ്യുക. ഓക്കെ, LSR അതന്നെ. അപ്പൊ അതിലൂടെയാണ് നമ്മൾ ലിസൺ ചെയ്ത് പറയുന്ന സമയത്താണ് നമ്മളെ ഒരു ലാംഗ്വേജ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ പലരും ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഒന്ന് മൈഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അവിടുത്തെ ഭാഷ പഠിക്കുന്നില്ലേ? ഇപ്പൊ നമ്മള് ഓരോ സ്പോക്കൺ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും ഒരുപാട് ഗ്രാമർ, ഒരുപാട് നൂലാപാലകളും ആയിട്ട് അത് പാതി വഴിയിൽ ഡ്രോപ്പ് ഓഫ് ചെയ്തിട്ടുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ദ ടോക്ക് ടൈം ഹബ്. ഓക്കെ, പിന്നെ ദ ലവ് ലാബ്, പിന്നെ നമ്മളെ പാരന്റിങ് ലെഗസി ലൈഫ് പാരന്റിങ് സ്റ്റുഡിയോ. പാരന്റിങ്ങിന്റെ ഒരു ഡീപ്പർ വേർഷനിലേക്ക് അതിലേക്ക് പോകുന്നുള്ളതാണ്. അതിൽ ഇപ്പൊ ജാനു മുതൽ നമ്മൾ പ്രോഗ്രാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപർണനെ കണക്ട് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പിന്നെ തിങ്ക് ബിഗ് കിഡിന്റെ കാര്യം മറക്കണ്ട. നമുക്ക് ഇപ്പം കുട്ടികളിൽ ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും അൺകണ്ടീഷണൽ ലവ് എല്ലാം വിത്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാല് യു ആർ എ ലക്കി പാരന്റ്. ഐ വോണ്ട് ടു സേ ദാറ്റ്. ഓക്കെ, നമുക്ക് അതിനേക്കാളും വലിയൊരു ഗിഫ്റ്റ് നമുക്ക് മക്കൾക്ക് കൊടുക്കാനില്ല. ഓക്കെ, നമ്മള് ഈ ഒരു ജേർണിയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ലൈഫിൽ ഇപ്പൊ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള വിസ്റ്റംസ് വളരെ കുറവാണ്. അവര് ശരിക്കും ഡോക്ടർ ആയിരിക്കും, എഞ്ചിനീയർ ആയിരിക്കും, ഈവൻ അത്രയും ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർക്കും ഈവൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല ഇപ്പൊ ഒക്കെ ഉള്ളത്. അപ്പൊ അവരിലും ഇങ്ങനെയുള്ള വിസ്റ്റംസ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് വർക്കിംഗ് അലോട്ട് എന്നുള്ളതാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കോർ എലമെന്റ് ആണ് ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അൺകണ്ടീഷണൽ ലവും. ഇത് നിങ്ങൾ ലൈഫിൽ ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. നമ്മൾ ഫ്രൈഡേ ടോക്കിൽ വീണ്ടും 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 ആവർത്തനം എന്തായാലും ഉണ്ടാവും. ആവർത്തനം ഞാൻ പറഞ്ഞില്ല, അതിൽ നിങ്ങൾ മനനം ചെയ്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഒരിക്കലെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്ക് ആ തോട്ട് വരും, ഓക്കെ ഇത് ഐ വോണ്ട് ടു ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പൊ നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ മുന്നേ മിറർ ടോക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ? എനിക്ക് ടൈം ആയാ? ഇല്ലല്ലേ, 4 minutes more. ഓക്കെ, അപ്പോ രാവിലെ എണീച്ച് മിറർ ടോക്ക് ചെയ്യുന്ന സമയത്ത് യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ബോഡി, യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ സ്കിൻ, യു ജസ്റ്റ് ലുക്ക് അറ്റ് യുവർ ഐസ്, എവറിത്തിങ് ഇൻ യുവർ ഹോൾ യൂണിവേഴ്സ്. ഇറ്റ്സ് എ യൂണിവേഴ്സ്, റൈറ്റ്? നമ്മളെ ബോഡി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രപഞ്ചം തന്നെയാണ്. ആക്ച്വലി നമ്മൾ അതിലേക്ക് നോക്കിയിട്ട് നമ്മൾ എവറിത്തിങ് എല്ലാ സാധനത്തിലും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുന്ന സമയത്ത് നമുക്ക് പിന്നെ എന്തിനാ പരാതി പറയാനുണ്ടാവും? ഒന്നിനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാ. നമ്മൾ ലൈഫിൽ എപ്പോഴും ഹോൾഡ് ചെയ്യേണ്ട സാധനമാണ്. പിന്നെ നിങ്ങൾ എന്തായാലും ഇന്ന് വിഷ് ലിസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പ്രെയർ ആക്ഷനുമായിട്ട് ലൈക്ക് ആക്ഷൻ പ്രെയറുമായിട്ട് അലൈൻ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ അത് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആക്ച്വലി അതെല്ലാം വർക്ക്ഷോപ്പ് ആയിട്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. എന്നാലേ അത് ഡീപ്പർ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ ഒരു സ്റ്റേജിൽ പലപ്പോഴും അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അറിയില്ല എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ ദുബൈയിൽ വരുന്ന പ്രോഗ്രാംസ് കഹാനി, ദ ലവ് ലാബ്, ദ ലെക്സി ലൈഫ് പാരന്റിങ് സ്റ്റുഡിയോ, പിന്നെ ദ തിങ്ക് ബിഗ് കിഡ്
ആൻഡ് ദ ടോക്ക് ടൈം ഹബ്. എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാൻ ലൈക്ക് ആവശ്യമുള്ള ആൾക്കാർ യു ക്യാൻ കണക്ട് ടു അപർണ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ്. അപ്പം താങ്ക് യു. ഓവർ ടു യു റിൻഷി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫരിഷ മാം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ അല്ലെ. ഒരുപാട് ലെയേഴ്സ് ഓഫ് ഇൻഫർമേഷൻസിലേക്ക് ടച്ച് ചെയ്തു പോയി. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്ട്രൈക്ക് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ ഒരേൽസ് ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാം. ഇപ്പം എനിക്ക് ജസ്റ്റ് പറയാനുള്ളത്, നമ്മൾ സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരു എം ടി കപ്പായിട്ട് ഇരിക്കാം. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ ഇപ്പം ഇത്രയും ഗ്രോൺ അപ്പ് ആയിട്ടുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഫർമേഷൻസിനൊരു റെസിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, എനിക്കറിയാം എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മളൊരു എം ടി കപ്പായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ഒരു എം ടി കപ്പായിട്ട് ഇരിക്കുക, നമ്മൾ റിസീവ് ചെയ്യാനുള്ള ഒരു മോഡിൽ ഇരിക്കുക എന്നുള്ളതാണ് സെഷൻസിൽ ഇരിക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സ്ട്രൈക്ക് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ യു ക്യാൻ ഷെയർ ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. സോ ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. സോ ഷാൽ വി എൻഡ് ദ സെഷൻ? Okay. So see you in the next week. Bye.